എല്ലാ മുരുകഭക്തർക്കും കേരള പഴനി ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് സ്വാഗതം. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് 10 കിലോമീറ്റർ കിഴക്കുമാറി പുത്തൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് കേരള പഴനി ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മുണ്ടനം വഴിപാട് എങ്ങനെ ഒരുപാട് ദൂരദിക്കുകളിൽ നിന്നും ദേശങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മുണ്ടനം വഴിപാട് അതെങ്ങനെ നടത്തണം, എന്താണ് എൻ്റെ രീതികൾ ചിട്ടകളെന്ന് അറിയില്ല. ഞാൻ ക്ഷേത്രത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി കൂടിയാണ്. മാത്രമല്ല ഈ മുണ്ടനത്തിൻ്റെ അമ്പലത്തിനകത്തെ ചാർജുള്ള ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായും ആധികാരികമായും എങ്ങനെയാണിതെന്ന് എനിക്ക് കൃത്യമായി നിങ്ങളോട് പറയാൻ കഴിയും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അടിവാരം ഗണപതി കോവിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് അവിടെയുള്ള വഴിപാട് കൗണ്ടറിൽ നിന്നും നാളികേരം മുടക്കിയതിനുള്ള റെസിപ്റ്റുകൾ വാങ്ങാവുന്നതാണ്. അതിനുശേഷം ഗണപതി ഭഗവാനെ വന്ദിച്ച് പൂജിച്ച നാളികേരം അവിടെ ഉടച്ച് എല്ലാ വിഘ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന നിലയ്ക്ക് പ്രാർത്ഥിച്ച് നമ്മൾക്ക് സ്റ്റെപ്പ് കയറി മുകളിലെത്താവുന്നതാണ്. അവിടെ വരുന്ന ചെറുതും വലുതുമായ വാഹനങ്ങൾക്ക് ഉള്ള പാർക്കിംഗ് സൗകര്യം താഴെയുണ്ട്. കൂടാതെ 50 മീറ്റർ മുന്നോട്ട് വന്നാൽ എല്ലാ വാഹനങ്ങൾക്കും മുകളിലേക്ക് എത്താനുള്ള നല്ല റോഡുണ്ട്. എല്ലാവർക്കും എല്ലാ വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് സൗകര്യവും മുകളിലുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും കൂടാതെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ധാരാളം ഭക്തജനങ്ങളാണ് നിത്യേന ഇവിടെ എത്തിച്ചേരുന്നത്. എന്നാൽ ഇന്ന് കേരളത്തിലെമ്പാടുമുള്ള ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്തിച്ചേരുന്നു. ഇവിടെ കുട്ടികളുടെ മുണ്ടനത്തിനായിട്ട് വന്ന് എല്ലാ വഴിപാടുകളും ചെയ്ത് പൂർണ്ണ സംതൃപ്തിയോടുകൂടിയാണ് മടങ്ങുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടെ മുണ്ടനത്തിന് വരുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാണ്. ഒരുപാട് ആളുകൾ നിത്യേന ഇവിടെ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ മുണ്ടനം എങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്, അതിൻ്റെ രീതികൾ എന്താണ്, വരുന്ന ആളുകൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്ന ലക്ഷ്യം വെച്ച് മാത്രമാണ് ഈ ഒരു വീഡിയോ. അതുകൊണ്ട് ആവശ്യമുള്ള ആളുകൾ മാത്രം ഇത് കാണുക. മുണ്ടനത്തിനായി വരുന്ന ആളുകൾ നമ്മൾ വ്രതമെടുക്കാറുണ്ട്, അതുപോലെ നോയമ്പെടുക്കാറുണ്ട്. ഒരു ദിവസമെങ്കിലും നോയമ്പെടുത്ത് അല്ലെങ്കിൽ വ്രതമെടുത്ത് നമ്മുടെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുക. അവിടെ മുകളിൽ കാണുന്ന വഴിപാട് കൗണ്ടറിൽ നിങ്ങളുടെ മുണ്ടനം ചെയ്യുന്ന കുട്ടിയുടെ അല്ലെങ്കിൽ ആളുടെ പേര്, നാൾ എന്നിവ പറയുക. 453 രൂപയാണ് ഇവിടെ മുണ്ടനത്തിന് ചാർജ്. മുണ്ടനം മാത്രമല്ല, മുണ്ടനത്തിനോടൊപ്പം തന്നെ പാലഭിഷേകം, അതുപോലെ വേൽ സമർപ്പണം, പട്ട്, തട്ട്, അങ്ങനെ കാവടിയെടുത്ത് പ്രദക്ഷിണം, തലയിൽ തേക്കാനുള്ള കളഭം, അങ്ങനെ എല്ലാ വഴിപാടുകളും ഇവിടെ നടക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു പഞ്ചാമൃതം ഇതിനൊപ്പം തന്നെ നിങ്ങൾക്ക് തിരിച്ചു വരുമ്പോൾ ലഭിക്കുന്നതുമാണ്. മുണ്ടനത്തിനുള്ള റെസീറ്റും ടോക്കൺ എടുത്ത് താഴെ കാണുന്ന മുണ്ടനപ്പുരയിൽ വന്ന് നിങ്ങളുടെ ഊഴമനുസരിച്ച് കുട്ടികളെ മുണ്ടനപ്പുരയിൽ പ്രവേശിപ്പിച്ച് മുണ്ടനത്തിന് ശേഷം അവിടെ കുളിപ്പിക്കുന്നതിനുള്ള ചൂടുവെള്ളമാണെങ്കിൽ ചൂടുവെള്ളം സൗകര്യമുണ്ട്. അല്ലെങ്കിൽ താഴെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് ബ്ലോക്കുകളുണ്ട്. അവിടെ വന്ന് നിങ്ങൾക്ക് കുട്ടികളെ കുളിപ്പിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുളിക്കാം. ശുദ്ധി വരുത്തിയതിന് ശേഷം റെസീറ്റുമായി മുകളിൽ കാണുന്ന കൗണ്ടറിൽ വരിക. കൗണ്ടറിൽ നിന്നും തട്ട്, വേല് തുടങ്ങിയിട്ടുള്ള ദ്രവ്യങ്ങളുമായിട്ട് ക്ഷേത്രനടയിൽ സമർപ്പിക്കുക. ക്ഷേത്രനടയിൽ സമർപ്പിച്ചതിന് ശേഷം ഭക്തജനങ്ങൾക്ക് ചുറ്റുമുള്ള ഉപദേവന്മാരെ തൊഴുത് പ്രദക്ഷിണം വെച്ച് അവിടെ അല്പസമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനുശേഷം മുണ്ടനത്തിനുള്ള എല്ലാ ആളുകളെയും ഭഗവാന്റെ നടയിൽ, തിരുനടയിൽ നിർത്തി കുട്ടികളെടുത്തവരോ മുണ്ടനം ചെയ്തവരോ ആളുകളെ മാത്രമാണ് നടയിൽ നിർത്തുക. ബാക്കിയുള്ളവരെ കുറച്ച് മാറി ഇപ്പുറത്താണ് നിർത്താൻ കഴിയുള്ളൂ. സ്ഥലപരിമിതിയാണ് അതിന് കാരണം. അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരിക്കുക. അങ്ങനെ അവിടെ ഒരു മുണ്ടന പൂജയുണ്ട്. മേൽശാന്തി വന്ന് ഈ കാണുന്ന എല്ലാവരെയും മുണ്ടന പൂജയിൽ പങ്കെടുപ്പിച്ച് പൂജ നടത്തി നിങ്ങൾക്ക് അവിടെ നിന്നും തലയിലൊരു പുഷ്പം വെച്ച് പുഷ്പം നിങ്ങൾ തന്നെ എടുത്ത് താഴെ ഇങ്ങോട്ട് വരണം. ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ കളഭം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക സ്ഥലമുണ്ട്. അവിടെ വന്ന് തലയിൽ തേക്കാനുള്ള ചന്ദനം അല്ലെങ്കിൽ കളഭം വാങ്ങി നിങ്ങൾ പുറത്ത് കാണുന്ന ഈ സ്ഥലത്ത് വന്ന് മുണ്ടനം ചെയ്തിട്ടുള്ള ആളോ അല്ലെങ്കിൽ കുട്ടികളെടുത്തവരോ അല്ല, കൂടെ വന്നിട്ടുള്ള ആരെങ്കിലും തലയിൽ കളഭം തേക്കാൻ വിചാരിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വന്ന് കളഭം വാങ്ങി
ഇവിടെ അമ്പലത്തിൻ്റെ ആളുകൾ, അവിടെ ജോലിക്കാരൊക്കെ ഉണ്ടാവും. അവരുടെ നിർദ്ദേശങ്ങളനുസരിച്ച് നിങ്ങൾ കുട്ടികളുടെ ശിരസിൽ കളഭം തേച്ച് കൈകൾ ശുദ്ധിയാക്കി ഇടതുഭാഗത്ത് ഉണ്ണിയെ എടുത്ത് വലതുകൾ കാവടിയും എടുത്ത് ഭഗവാന്റെ തിരുനടയിൽ നിന്ന് ശരണം വിളിച്ചുകൊണ്ട് ഒരു പ്രദക്ഷിണം വെച്ച് കാവടി ഇറക്കി വയ്ക്കുക. കാവടി ഇറക്കി വെച്ചതിന് ശേഷം തിരുനടയിൽ നിന്നും നിങ്ങൾക്കെല്ലാവർക്കും പ്രസാദം ലഭ്യമാണ്. തീർത്ഥവും പ്രസാദവും വാങ്ങി നിങ്ങൾ സമർപ്പിച്ച തട്ടും വാങ്ങി അവിടെയുള്ള പേപ്പറിൽ നിങ്ങൾക്ക് പ്രസാദം പൊതിഞ്ഞ് നിങ്ങളുടെ ശിരസ് വെച്ചിട്ടുള്ള പൂവടക്കം അതിൽ പൊതിഞ്ഞ് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവരാവുന്നതാണ്. വടക്കേ നട കൂടി പുറത്തിറങ്ങി അവിടെ നാഗദൈവങ്ങളെ പ്രതിഷ്ഠയുണ്ട്. അവിടെ നാഗദൈവങ്ങളെ വണങ്ങി അവിടെ ആവശ്യമെങ്കിൽ കുട്ടികളെ നാവോറ് പാടിക്കുന്നതിനുള്ള സൗകര്യം കൂടി ഉണ്ട്. കണ്ണ്, കരിങ്കണ്ണ്, സർപ്പദോഷം, മറ്റു എല്ലാ ദോഷങ്ങൾക്കും നാവോറ് പാടിക്കുന്നത് വളരെ നല്ലതാണ്. www.keralapannitemple.com എന്ന സൈറ്റിൽ നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള എല്ലാ വഴിപാടുകളെക്കുറിച്ചും വഴിപാടുകൾ ബുക്ക് ചെയ്തതിനെക്കുറിച്ചും അറിയാവുന്നതാണ്. ഇവിടെ ഓൺലൈൻ വഴിപാട് ബുക്കിംഗ് സൗകര്യം കൂടി ഉള്ളതാണെന്ന് അറിയിച്ചുകൊള്ളുന്നു. ഇതോടൊപ്പം ഈ ക്ഷേത്രത്തിൻ്റെ ലൊക്കേഷൻ കൂടി ആഡ് ചെയ്യുന്നു. വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കുമുള്ള ഭക്ഷണം പ്രസാദമായിട്ട് അവിടെ ലഭ്യമാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുരുക ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേരളപ്പഴനി ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഇവിടെ മുരുക പ്രതിഷ്ഠയ്ക്ക് പുറമെ പാർവതി, ശിവൻ, ശ്രീരാമൻ, ഹനുമാൻ, ഗണപതി, അതുപോലെ തന്നെ നാഗദൈവങ്ങൾ, അയ്യപ്പസ്വാമി എന്നീ പ്രതിഷ്ഠകൾ കൂടി ഉള്ളതാണ്. എല്ലാ മാസവും ഷഷ്ഠി ദിവസം ഇവിടെ പ്രത്യേക വഴിപാടുകളും പൂജയും ഉള്ളതാണ്. ധാരാളം ഭക്തജനങ്ങളാണ് ഷഷ്ഠിവ്രതം ആചരിച്ച് ഇവിടെ ഭഗവാന്റെ പ്രീതിക്ക് പാത്രീഭൂതരാകുന്നത്. സന്താനലബ്ധിക്ക് വേണ്ടി ഷഷ്ഠിവ്രതം ആചരിക്കുന്നത് അത്യുത്തമമാണ്.